രാഷ്ട്രീയം വിഷയമാക്കാൻ ശ്രമിച്ചത്, രാഷ്ട്രീയ വിഷയത്തിനകത്ത് വിജയം BJP കിട്ടിയെന്ന് വേണം കരുതാൻ. അത് ശ്രീലേഖയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ശ്രീലേഖയെ വിരട്ടിയാൽ അല്ലെങ്കിൽ ചുരുട്ടിയാൽ അല്ലെങ്കിൽ ചുരുട്ടാമെന്ന് വിചാരിച്ചെന്നിടത്ത് ശ്രീലേഖ ചുരുട്ടി കൂട്ടി CPM എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന വാർത്ത എന്ന് പറഞ്ഞ് ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് കേന്ദ്രത്തെയും കോൺഗ്രസിനെയും അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ 16 മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ പുള്ളി ഉണ്ടായിരുന്ന കാര്യം പുള്ളി തന്നെ വ്യക്തമാക്കി. അപ്പം നമ്മുടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ കൂടെ തന്നെയാണ്. പണ്ട് പറയത്തില്ലേ, ആമയെ ചുട്ടാ മലത്തിയിട്ട് ചുണ്ണേ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. ഇതല്ല കോൺഗ്രസ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കേന്ദ്രത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അല്ല കോൺഗ്രസ്. കേരളത്തിലും ഇങ്ങനെയല്ല കോൺഗ്രസ് പോകേണ്ടത് എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ കോൺഗ്രസ്. കാരണം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ അതിനൊരു ഐഡിയോളജി ഉണ്ടല്ലോ. ആ ഐഡിയോളജിയിൽ ഉള്ള സാധനമല്ല. അപ്പം ഇവിടെ ഞാനിപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഭയക്കുന്ന തിരുവനന്തപുരത്ത് 9 സീറ്റിലേക്ക് ലക്ഷ്യം വെച്ച് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പം ജയിച്ചിരിക്കുന്ന MLA-മാരെ നിലനിർത്താൻ പാടുപെടുന്ന CPM, BJP-യുടെ മൂന്നാമത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അവിടെ നിന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കോർപ്പറേഷൻ കിട്ടിയല്ലോ, അവിടെ നിന്ന് അമിത്ഷാ പറയുന്ന പോലെ MLA-മാരെ ഉണ്ടാക്കണമല്ലോ. അതിന് അമിത്ഷാ വരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് MP-മാരെ ഉണ്ടാക്കണമല്ലോ. അപ്പം കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഈ ശശി തരൂർ ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. എന്താണ്? നല്ല തുടക്കം. ഇത് കേരളത്തിൽ ഈ തുടക്കം വലിയ വികസനത്തിന് മുതൽക്കൂട്ടാകും എന്ന് പറഞ്ഞാൽ, കോർപ്പറേഷൻ BJP ഭരിച്ചാലേ ശരിയാകത്തുള്ളൂ. ഈ കേരളത്തിൽ വികസനം ഉണ്ടാവണമെങ്കിൽ